ഇന്ന് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന സ്വാതി തിരുനാളിന്റെ 212-ാം ജന്മദിനം. രാജാക്കന്മാരിലെ കലാകാരനും കലാകാരന്മാരിലെ രാജാവുമായിരുന്നു സ്വാതി തിരുനാൾ. സംഗീത ചക്രവർത്തി എന്നു തന്നെ സ്വാതി തിരുനാളിനെ വിശേഷിപ്പിക്കാം. ഏപ്രിൽ 16 തിരുവിതാംകൂർ രാജകുടുംബത്തിൽ ചോതി നക്ഷത്രത്തിലായിരുന്നു ശ്രീ രാമവർമ്മ കുലശേഖര പെരുമാൾ മഹാരാജാവ് എന്ന സ്വാതി തിരുനാൾ ജനിച്ചത്. സംഗീതത്തിൽ മാത്രമല്ല ബഹുഭാഷാ പണ്ഡിതനും സകലകലാ വല്ലഭനുമായിരുന്നു അദ്ദേഹം. ഗർഭകാലം മുതൽ തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ രാജാവായി കാണുകയും അങ്ങനെ ഗർഭശ്രീമാൻ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. പഠനകാലത്ത് തന്നെ സാധാരണയിൽ കവിഞ്ഞ താൽപ്പര്യം സംഗീതത്തിലും സാഹിത്യത്തിലും സ്വാതി തിരുനാളിനുണ്ടായിരുന്നു. ചിത്രമെഴുത്തിലും പ്രാഗൽഭ്യം തെളിയിച്ചിരുന്നു. വിവിധ ഭാഷകളിൽ സ്വാതി തിരുനാൾ പാണ്ഡിത്യം നേടി. 16-ാമത്തെ വയസ്സിൽ ഔപചാരികമായി സ്ഥാനാരോഹണം ചെയ്ത് റീജന്റായിരുന്ന റാണിയിൽ നിന്ന് അധികാരമേറ്റ അദ്ദേഹം കൊല്ലവർഷം 1004 മേടം 10-ാം തീയതിയാണ് നേരിട്ടുള്ള ഭരണം നടത്തി തുടങ്ങിയത്. നന്നേ ചെറുപ്പമായിരുന്നുവെങ്കിലും കാര്യക്ഷമമായി ചുമതലകൾ നിർവഹിക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു. ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നതും 1834 തിരുവനന്തപുരത്ത് ആദ്യമായി ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചതും അത് പിന്നീട് 1836 സൗജന്യമായി നടത്തുന്ന സർക്കാർ വിദ്യാലയമാക്കി മാറ്റുകയും ചെയ്തു. ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജിന്റെ തുടക്കമായിരുന്നു ഇത്. തന്റെ രാജ്യം ശാസ്ത്രീയാന്വേഷണ രംഗത്ത് യൂറോപ്യൻ രാജ്യങ്ങൾക്കൊപ്പം എത്തണം എന്നാഗ്രഹിച്ച അദ്ദേഹം 1837 തിരുവനന്തപുരത്ത് വാനനിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചു. കൊട്ടാരത്തിൽ ഇംഗ്ലീഷ് ഭിഷഗ്വരനെ നിയമിച്ചതിന്റെ ഗുണമറിഞ്ഞ അദ്ദേഹം പ്രജകൾക്കും ആ സൗകര്യം ലഭിക്കാൻ തിരുവനന്തപുരത്ത് സൗജന്യ ആശുപത്രി തുടങ്ങി. എഞ്ചിനീയറിംഗ് വകുപ്പ് ആരംഭിച്ചു. 1836 സെൻസസ് തുടങ്ങി. തിരുവനന്തപുരത്ത് പബ്ലിക് ലൈബ്രറി, എല്ലാ ജില്ലകളിലും മുൻസിഫ് കോടതികൾ, കോട്ടയ്ക്കകത്ത് ഗോശാലയും തിരുവനന്തപുരത്ത് മൃഗശാലയും നിർമ്മിച്ചത് സ്വാതി തിരുനാളാണ്. നിരവധി കൊട്ടാരങ്ങളും അമ്പലങ്ങളും നവീകരിക്കുകയും പുതുതായി പണി കഴിപ്പിക്കുകയും ചെയ്തു. അനുഗ്രഹീത കലാകാരനായി വളർന്ന സ്വാതി തിരുനാൾ ഇന്ത്യൻ സംഗീതത്തിലെ അത്യുജ്വല പ്രതിഭയായി തീർന്നു. ഇന്ത്യയുടെ നാനാഭാഗത്തുനിന്നും കലാകാരന്മാരും കലാകാരികളും വിദ്വാൻമാരുമൊക്കെ തിരുവനന്തപുരത്തേക്ക് വന്നുകൊണ്ടിരുന്നു. സ്വാതി തിരുനാളിന്റെ വിദ്വൽ സദസ് അലങ്കരിച്ചിരുന്നവരിൽ ഇരയിമ്മൻ തമ്പി, കിളിമാനൂർ രാജരാജ കോയിത്തമ്പുരാൻ, ഷട്കാല ഗോവിന്ദമാരാർ, വടിവേലു തുടങ്ങിയ സംഗീത പ്രതിഭകളാൽ അനുഗ്രഹീതമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതം ഏകാന്തതയും ദുഃഖം നിറഞ്ഞതുമായിരുന്നു. ഭരണത്തിലേറി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തന്നെ ബ്രിട്ടീഷുകാരുടെ അധീശത്വമോഹം അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. രാജഭരണത്തിന്റെ ഓരോ ദിനവും മാനസിക പീഡനം നിറഞ്ഞതായിരുന്നു. കലോപാസന തന്റെ ഹൃദയവ്യഥകളിൽ നിന്ന് രക്ഷ നേടാനുള്ള ഉപാധിയായിരുന്നു. ഉറ്റ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മരണവും അദ്ദേഹത്തെ മാനസികമായി തളർത്തി. തന്റെ 33-ാം വയസ്സിൽ കലകളുടെ രാജകുമാരൻ സ്വാതി തിരുനാൾ നാടുനീങ്ങി.